Hi all. ഇന്ന് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് വേറെ കുറച്ച് ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. First question. We have a moral responsibility to take good care of Earth's biodiversity and pass it on in good order to next generation. എന്താണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്ത് അടുത്ത ജനറേഷന് കൈമാറുന്നത് നമ്മുടെ മോറൽ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഡിഫൈൻ ബയോഡൈവേഴ്സിറ്റി, എക്സ്പ്ലെയിൻ ദ 3 ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയെ ഡിഫൈൻ ചെയ്യുക, അതുപോലെ തന്നെ ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ബയോഡൈവേഴ്സിറ്റിയുടെ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ദ വെറൈറ്റി വിത്തിൻ ആൻഡ് ബിറ്റ്വീൻ ഓൾ സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് എക്കോസിസ്റ്റംസ് വിത്തിൻ വിച്ച് ദേ ലിവ് ആൻഡ് ഇൻ്ററാക്ട്. അതായത് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ വെറൈറ്റി, ബയോഡൈവേഴ്സിറ്റി ഈസ് ദ വെറൈറ്റി വിത്തിൻ ആൻഡ് ബിറ്റ്വീൻ ഓൾ സ്പീഷീസ്. അതായത് എല്ലാ സ്പീഷീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ പ്ലാന്റ്സിൻ്റെയും എല്ലാ ആനിമൽസിൻ്റെയും എല്ലാ മൈക്രോ ഓർഗാനിസത്തിൻ്റെയും ഈ സ്പീഷീസിനിടയിലുള്ള വെറൈറ്റീസ്, ഓരോ സ്പീഷീസ് തമ്മിലും ഓരോ സ്പീഷീസിൻ്റെ ഇടയിലുമുള്ള വെറൈറ്റീസിനെയാണ് ഓരോ സ്പീഷീസ് തമ്മിലുള്ള വെറൈറ്റീസും അതുപോലെ തന്നെ അവരുടെ എക്കോസിസ്റ്റത്തിലെ വെറൈറ്റീസിനെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി ഈസ് ദ വെറൈറ്റി വിത്തിൻ ആൻഡ് ബിറ്റ്വീൻ ഓൾ സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസം ആൻഡ് എക്കോസിസ്റ്റം വിത്തിൻ വിച്ച് ദേ ലിവ് ആൻഡ് ഇൻ്ററാക്ട്. 3 levels of biodiversity. First one, genetic diversity. Genetic diversity means a single species might show high diversity at genetic level over its distributional range. അതായത് ഒരു സിംഗിൾ സ്പീഷീസ് അതിൻ്റെ ജനറ്റിക് ലെവലിൽ ഹൈ ഡൈവേഴ്സിറ്റി കാണിക്കുന്നു. ഓവർ ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷണൽ റേഞ്ച്. ഒരു സ്പീഷീസ്, ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പീഷീസ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷണൽ റേഞ്ചിൽ ഹൈ ഡൈവേഴ്സിറ്റി കാണിക്കുന്നു. അതിനാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി സ്പീഷീസ് ഡൈവേഴ്സിറ്റി മീൻസ് ഡൈവേഴ്സിറ്റി അറ്റ് സ്പീഷീസ് ലെവൽ. സ്പീഷീസ് ലെവലിലുള്ള ഡൈവേഴ്സിറ്റിയാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ജനറ്റിക് ലെവലിലുള്ളതാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി മീൻസ് ഡൈവേഴ്സിറ്റി അറ്റ് എക്കോസിസ്റ്റം ലെവൽ. എക്കോസിസ്റ്റം ലെവലിലെ ഡൈവേഴ്സിറ്റിയാണ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ കോസസ് ഫോർ ബയോഡൈവേഴ്സിറ്റി ലോസസ്. ബയോഡൈവേഴ്സിറ്റി ലോസസിൻ്റെ കോസസ് മെയിനായിട്ട് 4 കോസസ് ആണുള്ളത്. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻസ് ആൻഡ് കോ എക്സ്റ്റിങ്ഷൻസ്. 4 ഉണ്ട്. ഫസ്റ്റ് വൺ, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. അതായത് ദ ഡീഗ്രഡേഷൻ ഓഫ് മെനി ഹാബിറ്റാറ്റ്സ് ബൈ പൊല്യൂഷൻ അഫക്ട്സ് ദ സർവൈവൽ ഓഫ് മെനി സ്പീഷീസ്. ഇറ്റ് റിസൾട്ട്സ് ലാർജ് ഹാബിറ്റാറ്റ്സ് ആർ ബ്രോക്കൺ അപ്പ് ഇൻറ്റു സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ്. അതായത് പൊല്യൂഷൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇടപെടൽ മൂലമൊക്കെ ഈ ഓർഗാനിസത്തിൻ്റെയൊക്കെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുന്നു. ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ അവർ ജീവിക്കുന്ന ആ സ്ഥലം, അതിൻ്റെ വാസസ്ഥലം, വസിക്കുന്ന സ്ഥലം നഷ്ടപ്പെടുന്നു, ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുന്നു. അതുപോലെ വലിയ ഒരു ഏരിയ തന്നെ പൊല്യൂഷൻ കാരണവും അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷനൊക്കെ കാരണം ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറ്റപ്പെടുന്നു. അതുകൊണ്ട് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി നശിക്കുന്നു. ഇതിനൊരു എക്സാമ്പിളാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഈസ് ക്ലിയർഡ് ഫോർ കൾട്ടിവേറ്റിംഗ് സോയാബീൻസ് ഓർ ഫോർ കൺസർവേഷൻ ടു ഗ്രാസ് ലാൻഡ്സ് ഫോർ റേസിംഗ് ബീഫ് കാറ്റ്. അതായത് ആമസോൺ ഫോറസ്റ്റിൻ്റെ കുറേ ഭാഗം സോയാബീൻസ് കൾട്ടിവേറ്റ് ചെയ്യാനും പിന്നെ കുറേ ഭാഗം ബീഫ് കാറ്റിനെ വളർത്താൻ വേണ്ടിയിട്ട് ഗ്രാസ് ലാൻഡ്, പുല്ല് വളർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ഈ ഫോറസ്റ്റ് ആമസോൺ റെയിൻ ഫോറസ്റ്റിൻ്റെ കുറേ ഭാഗം അവിടെ ഫോറസ്റ്റ് നശിപ്പിച്ചിട്ട് സോയാബീൻ കൾട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ ഗ്രാസ് ലാൻഡ്സ് ആക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ അവിടെ ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷനാണ് സംഭവിച്ചത്. അങ്ങനെ അവിടെ കുറേ ബയോഡൈവേഴ്സിറ്റി നശിച്ചു. അടുത്തത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ.
ഇറ്റ് ലീഡ്സ് ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അതായത് നമ്മുടെ പ്രകൃതിദത്തമായ റിസോഴ്സസിലെ നാച്ചുറൽ റിസോഴ്സസിനെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അത് ആവശ്യത്തിനല്ല അനാവശ്യമായിട്ട് അതിനെ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, എക്സ്റ്റൻഷൻ ഓഫ് സ്റ്റെല്ലർ സീക്കർ പാസഞ്ചർ പീജൻ വാസ് ഡ്യൂ ടു ഹ്യൂമൻസ്. അതായത് ഇങ്ങനെ മനുഷ്യൻ ഒരുപാട് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നടത്തി എക്സ്റ്റിൻ്റ് ആയിപ്പോയ രണ്ട് ജീവികളാണ് സ്റ്റെല്ലർ സീക്കവും പാസഞ്ചർ പീജനും. മനുഷ്യൻ്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഈ പാസഞ്ചർ പീജനൊക്കെ ഒരുപാട് നമ്മൾ അതിനെ കൊല്ലാനൊക്കെ തുടങ്ങി, ഫുഡിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്ത് അങ്ങനെയാണ് അത് എക്സ്റ്റിൻ്റ് ആയിപ്പോയത്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഇനി ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. ഇൻട്രൊഡക്ഷൻ ഓഫ് ഫോറിൻ സ്പീഷീസ് കോസ് റിഡക്ഷൻ ഓർ എക്സ്റ്റൻഷൻ ഓഫ് ഇൻഡിജീനസ് സ്പീഷീസ്. ഒരു ഏരിയയിലേക്ക് ഒരു ഫോറിൻ സ്പീഷീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒന്നുകിൽ ആ ഏരിയയിലുള്ള സ്പീഷീസ്, അതായത് ഇൻഡിജീനസ് സ്പീഷീസ്, ആ സ്പീഷീസിൻ്റെ എണ്ണത്തിൽ റിഡക്ഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നു. എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ വംശനാശം. അപ്പം ഒരു ഏലിയൻ സ്പീഷീസിൻ്റെ ഇൻവേഷൻ കാരണം അവിടെ നിലവിലുള്ള സ്പീഷീസ് ഒന്നെങ്കിൽ അതിൻ്റെ നമ്പറിൽ കുറവ് വരുന്നു, അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നു. അതിൻ്റെ എക്സാമ്പിളാണ് ദ നൈൽ പെർച്ച് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ലേക്ക് വിക്ടോറിയ ഇൻ ഈസ്റ്റ് ആഫ്രിക്ക ലെഡ് ടു എക്സ്റ്റിങ്ഷൻ ഓഫ് മോർ ദാൻ 200 സ്പീഷീസ് ഓഫ് സിസിൽഡ് ഫിഷ് ഇൻ ദ ലേക്ക്. അതായത് ലേക്ക് വിക്ടോറിയ, ഈസ്റ്റ് ആഫ്രിക്കയിലെ ലേക്ക് വിക്ടോറിയയിലേക്ക് നൈൽ പെർച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നൈൽ പെർച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ ലേക്കിലെ 200ഓളം സിസിൽഡ് ഫിഷ് എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി ഈ നൈൽ പെർച്ച് കാരണം. അതാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോ എക്സ്റ്റിങ്ഷൻ. കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ if two species are in obligatory relationship, extinction of one species affect the other. അതായത് രണ്ട് സ്പീഷീസ്, അത് രണ്ടും ഒബ്ലിഗേറ്ററി റിലേഷൻഷിപ്പാണ്. അതായത് ഒരു സ്പീഷീസ് ഇല്ലാതെ മറ്റേതിന് ജീവിക്കാൻ പറ്റില്ല. രണ്ടും തമ്മിൽ അങ്ങനെ ഒബ്ലിഗേറ്ററി റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു സ്പീഷീസിൻ്റെ എക്സ്റ്റിങ്ഷൻ മറ്റേ സ്പീഷീസിൻ്റെ എക്സ്റ്റിങ്ഷനും കാരണമാകും. അതിനൊരു എക്സാമ്പിളാണ് കോയിവോൾഡ് പ്ലാന്റ് പോളിനേറ്റർ മ്യൂച്വലിസം, where extinction of one species led to the extinction of the other. അതായത് ഒരു പ്ലാന്റും അതിൻ്റെ പോളിനേറ്ററും, അത് പ്ലാന്റും പോളിനേറ്ററും ഒരേപോലെയാണ് എവല്യൂഷൻ നടക്കുന്നത്. അപ്പോൾ പ്ലാന്റ് നശിച്ചാൽ പോളിനേറ്റർ നശിക്കും, പോളിനേറ്റർ നശിച്ചാൽ പ്ലാന്റും എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും. അതാണ് കോ എക്സ്റ്റിങ്ഷൻ. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻസ് ആൻഡ് കോ എക്സ്റ്റിങ്ഷൻസ്. These are the causes for biodiversity losses. Next question. Two approaches for conservation of biodiversity is given or shown in A and B. ഇവിടെ രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ്റെ രണ്ട് അപ്രോച്ചസ് ആണ് കൊടുത്തേക്കുന്നത്. ഒരിടത്ത് ഒരു ബയോസ്ഫിയർ റിസർവ് ആണ്, അവിടെ ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു. പ്രൊട്ടക്റ്റഡ് ആനിമൽസ് ആണ് അവിടെ ഉള്ളത്. ഇനി ബൊട്ടാണിക്കൽ ഗാർഡനിൽ പ്രൊട്ടക്റ്റഡ് പ്ലാന്റ്സ് ആണ് ഉള്ളത്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഇൻ എ ആൻഡ് ബി. ഈ ബയോസ്ഫിയർ റിസർവും ബൊട്ടാണിക്കൽ ഗാർഡനും ഏത് ടൈപ്പ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനാണ്? റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടൈപ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ഈ രണ്ട് ടൈപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? Which of the above approach is more desirable when there is an urgent need to save a species? ഒരു സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ്റെ വക്കിലാണ്, വംശനാശത്തിൻ്റെ വക്കിലാവുമ്പം അതിനെ ഇതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്, ഏതാണ് നല്ല മെത്തേഡ്? അപ്പം ആദ്യം എയിൽ കൊടുത്തിരിക്കുന്നത് പ്രൊട്ടക്റ്റഡ് ആനിമൽസ്, ബയോസ്ഫിയർ റിസർവ്. അതായത് അതിനെ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയാം. ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ആനിമൽസിനെയോ അല്ലെ പ്ലാന്റ്സിനെയോ ഒക്കെ അത് ജീവിക്കുന്ന സ്ഥലത്ത് തന്നെ കൺസർവ് ചെയ്യുക. അതായത് ഫോറസ്റ്റ് തന്നെ കൺസേർവ്ഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ച് അതിനെ സംരക്ഷിക്കുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ. ഏതൊരു ഓർഗാനിസത്തിനെയാണോ സംരക്ഷിക്കുന്നത് ആ ഓർഗാനിസത്തിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വെച്ച് തന്നെ അതിനെ കൺസർവ് ചെയ്യുന്നു. അതാണ് ഇൻസിറ്റു കൺസർവേഷൻ. ഇനി ബൊട്ടാണിക്കൽ ഗാർഡൻ, അതൊരു എക്സിറ്റു കൺസർവേഷൻ ആണ്. അതായത്
എന്താ പ്രൊട്ടക്ഷൻ ആവശ്യമായ, അതായത് എക്സ്റ്റിങ്ഷൻ നേരിടുന്ന പ്ലാന്റ്സിനെയൊക്കെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അവിടെ കൺസർവ് ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റ് അല്ലാതെ പുറത്തേക്ക് കൊണ്ടുവന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരു എക്സിറ്റു കൺസർവേഷൻ്റെ എക്സാമ്പിളാണ്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടൈപ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. In situ conservation means conservation of animals in natural habitat. അതിന് എക്സാമ്പിളാണ് ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്സ്, സാങ്ച്വറീസ്, അതൊക്കെ. ഇനി എക്സിറ്റു കൺസർവേഷൻ മീൻസ് കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ഔട്ട്സൈഡ് ദ നാച്ചുറൽ ഹാബിറ്റാറ്റ്. നാച്ചുറൽ ഹാബിറ്റാറ്റിൻ്റെ പുറത്ത് അതിനെ കൺസർവ് ചെയ്യുന്നു. അതിന് എക്സാമ്പിളാണ് സുവോളജിക്കൽ പാർക്സ്, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, വൈൽഡ് ലൈഫ് സഫാരി പാർക്സ് ഒക്കെ. അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിലല്ല, അതിന് പുറത്ത് കൊണ്ടുവന്നതിനെ കൺസർവ് ചെയ്യുന്നു. ഇനി ഒരു സ്പീഷീസ് അത് എക്സ്റ്റിങ്ഷൻ്റെ വക്കിലാണ്, കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് അപ്പം തന്നെ വംശനാശം സംഭവിക്കും. അങ്ങനെയുള്ളൊരു സ്പീഷീസിനെ ഇൻസിറ്റു കൺസർവേഷൻ ആണോ നല്ലത്, എക്സിറ്റു കൺസർവേഷൻ ആണോ നല്ലത്? ആ സ്പീഷീസിന് എപ്പോഴും ഒരു എക്സിറ്റു കൺസർവേഷനാണ് നല്ലത്. അതായത് ആ എക്സ്റ്റിങ്ഷൻ നേരിടുന്ന ആ സ്പീഷീസിനെ നമ്മൾ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി കൺസർവ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അതിനെ വീണ്ടും നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വെച്ച് അത് എക്സ്റ്റിങ്ഷൻ സംഭവിക്കും. കാരണം ഓൾറെഡി ഇപ്പം നാച്ചുറൽ ഹാബിറ്റാറ്റിൽ അതിന് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് എക്സ്റ്റിങ്ഷൻ നേരിടുന്നത്. അപ്പോൾ വീണ്ടും ആ ഒരു ഹാബിറ്റാറ്റിൽ വെച്ച് തന്നെ സംരക്ഷിച്ചാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ എക്സ്റ്റിങ്ഷൻ സംഭവിക്കും. അതുകൊണ്ട് അതിനെ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് ആണ് കൺസർവ് ചെയ്യേണ്ടത്. അതായത് ഒരു അർജന്റ് നീഡ് ടു സേവ് എ സ്പീഷീസ് ആണെങ്കിൽ ഡിസൈറബിൾ ആയിട്ടുള്ള കൺസർവേഷൻ മെത്തേഡ് എക്സിറ്റു കൺസർവേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗിവൺ ഗ്രാഫ് ഷോസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻസെക്ട്സ് ഇൻ ഡിഫറെൻറ്റ് ലാറ്റിറ്റ്യൂഡ്സ് ഓഫ് എർത്ത്. ഇവിടെ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ഗ്രാഫിൻ്റെ ഒരു ആക്സിസിൽ സ്പീഷീസ് റിച്ച്നെസ്സും മറ്റേ ആക്സിസിൽ എർത്തിൻ്റെ ലാറ്റിറ്റ്യൂഡ്സുമാണ്. രണ്ട് സൗത്ത് പോളും നോർത്ത് പോളും ഇക്വേറ്ററും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈ ആക്സിസിൽ സ്പീഷീസ് റിച്ച്നെസ് ആണ്. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? ഒബ്സർവേഷൻ എന്താണ്? ലിസ്റ്റ് ദ 3 റീജിയൻസ് ഓഫ് ഗ്രേറ്റർ ബയോഡൈവേഴ്സിറ്റി ഇൻ ട്രോപ്പിക്കൽ റീജിയൻസ്. ട്രോപ്പിക്കൽ റീജിയൻസിലെ ബയോഡൈവേഴ്സിറ്റി കൂടുതലായിരിക്കാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ അറിയാം, ഏറ്റവും കൂടുതൽ സ്പീഷീസ് റിച്ച്നെസ് ഉള്ളത് ഇക്വേറ്ററിലാണ്. ഏറ്റവും കൂടുതൽ സ്പീഷീസ് റിച്ച്നെസ് ഉള്ളത്. പോൾസിലേക്ക് പോകുന്തോറും സ്പീഷീസ് റിച്ച്നെസ് കുറഞ്ഞു വരുന്നു. 2 പോൾസിലേക്കും പോകുമ്പോൾ സ്പീഷീസ് റിച്ച്നെസ് കുറഞ്ഞു വരുന്നു. ഇക്വേറ്ററിലാണ് ഏറ്റവും കൂടുതൽ സ്പീഷീസ് റിച്ച്നെസ് ഉള്ളത്. ഇതിൻ്റെ കാരണം എന്തൊക്കെയാണ്? ക്ലൈമറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ഇക്വേറ്ററിൽ ഏകദേശം വർഷത്തിൽ എല്ലാ ദിവസവും ഏകദേശം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്പീഷീസിന് സർവൈവലൊക്കെ ഈസി ആയിരിക്കും പോൾസിനെക്കാട്ടിൽ. പിന്നെ പ്രെഡിക്റ്റബിൾ ഗ്ലേസിയേഷൻസ് വെയർ ആബ്സെൻറ്റ്. ഇക്വേറ്ററിൽ ഗ്ലേസിയേഷൻസ് ആബ്സെൻ്റ് ആണ്. ട്രോപ്പിക്കൽ റീജിയൻ ഗെറ്റ് മോർ സോളാർ എനർജി. അതുപോലെ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ചൂട് കൂടിയ പ്രദേശമല്ലേ, അവിടെയാണ് ഏറ്റവും കൂടുതൽ സോളാർ എനർജി കിട്ടുന്നത്. അതുകൊണ്ടും അവിടെ സ്പീഷീസ് റിച്ച്നെസ് കൂടുതലായിരിക്കും. Next question, what are the advantages of biofertilizers over chemical fertilizers? Give an example for biofertilizer. അതായത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ അപേക്ഷിച്ച് ബയോ ഫെർട്ടിലൈസേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒരു ബയോ ഫെർട്ടിലൈസറിൻ്റെ എക്സാമ്പിൾ. ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവർ പൊല്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യും, പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. എന്നാൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്താൽ എന്താ? അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും, ഒരു മണ്ണിന് വളക്കൂറുണ്ടാക്കും, പക്ഷേ അതിനോടൊപ്പം തന്നെ അവിടെ പൊല്യൂഷനും ഉണ്ടാവും. എന്നാൽ ബയോ ഫെർട്ടിലൈസേഴ്സ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ ഇറ്റ് ഇംപ്രൂവ് സോയിൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ബയോ ഫെർട്ടിലൈസേഴ്സ് ഇംപ്രൂവ് സോയിൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ബയോ ഫെർട്ടിലൈസേഴ്സ് പ്രിവെൻറ്റ്സ് പൊല്യൂഷൻ, ഇറ്റ് ഇംപ്രൂവ് സോയിൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ഇനി മൈക്കോറൈസ എന്ന് പറയുന്നത് ഒരു ബയോ ഫെർട്ടിലൈസറിൻ്റെ എക്സാമ്പിളാണ്. മൈക്കോറൈസ ഈസ് എ ബയോ ഫെർട്ടിലൈസർ. ഇതൊരു ഫംഗസ് ആണ്. മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗസ് ആണ്. ഇനി നമ്മൾ ബയോ ഫെർട്ടിലൈസറിനെ ഇനോക്കുലേറ്റ് ചെയ്താൽ, അതായത് മണ്ണിലേക്ക് നമ്മൾ ബയോ ഫെർട്ടിലൈസറിനെ ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെയൊക്കെ അത് സപ്ലൈ ചെയ്യും. അതുപോലെ നമ്മുടെ മണ്ണിൽ
സിംബയോട്ടിക് റിലേഷൻഷിപ്പ്, അതായത് നമ്മുടെ പ്ലാന്റിന് നമ്മൾ പഠിച്ചിട്ടില്ലേ പീ പ്ലാന്റിൻ്റെ റൂട്ടിൽ ഇങ്ങനെ അസോസിയേറ്റഡ് ആയിട്ട് ഒരു ബാക്ടീരിയ ഇരിക്കും. അപ്പോൾ ഇടിമിന്നലൊക്കെ ഉണ്ടാക്കുമ്പോൾ അന്തരീക്ഷത്തിലെ നൈട്രജനെ ഫോസ്ഫറസിനെയൊക്കെ അബ്സോർബ് ചെയ്തിട്ട് അത് പ്ലാന്റിനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ മാറ്റുമെന്നൊക്കെ. അങ്ങനെയുള്ള അസോസിയേഷനാണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. അങ്ങനെ ഈ സിംബയോട്ടിക് റിലേഷൻഷിപ്പിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ പ്ലാന്റിന് ആവശ്യമായ ന്യൂട്രിയൻസ് ഒക്കെ സപ്ലൈ ചെയ്യും. പിന്നെ നമ്മുടെ മണ്ണിലുള്ള മൈക്രോബ്സിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. മണ്ണിൽ എന്തൊക്കെയുണ്ട്, ബാക്ടീരിയ, ആൽഗെ, ഫംഗെ എല്ലാം ഉണ്ട്. അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് ഈ മൈക്രോബ്സ് ഒക്കെയാണ് നമ്മുടെ പ്ലാന്റ്സിന് ആവശ്യമായ നൈട്രജനും പൊട്ടാസ്യവും ഫോസ്ഫറസും ഒക്കെ അന്തരീക്ഷത്തിൽ നിന്ന് പ്ലാന്റിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഈ ബയോ ഫെർട്ടിലൈസർ മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും ഇമ്പ്രൂവ് ചെയ്യും. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. എല്ലാ ടോപ്പിക്സും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോസും എല്ലാവരും കാണുക, പഠിക്കുക. ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. പഠിച്ചു കഴിഞ്ഞവർക്ക് ഇതൊരു റിവിഷനായിട്ട് യൂസ് ചെയ്യാം. പഠിക്കാൻ തുടങ്ങുന്നവർക്ക് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ ഏതാണെന്ന് മനസ്സിലാക്കി പഠിക്കാനും പറ്റും. അപ്പോൾ വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.